നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, മീനിങ് കാര്യങ്ങളാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഇമ്പോർട്ടൻ്റ് അക്കൗണ്ടിങ് ടേംസ് ആണ്. അക്കൗണ്ടിങ്ങിൽ പ്രധാനപ്പെട്ട ചില ടേംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തത് ബിസിനസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എനി ആക്ടിവിറ്റി അണ്ടർടേക്കൺ ഫോർ ദ പർപ്പസ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്സ്, ബാങ്കിങ് ബിസിനസ് ആൻഡ് ഇൻഷുറൻസ് ബിസിനസ്, മെർച്ചൻ്റ് ബിസിനസ് എക്സെട്ര. അതായത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് പറയുന്ന പേരാണ് ബിസിനസ്. ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, മെർച്ചൻ്റ്, മറ്റ് ബിസിനസ്സുകളൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നമ്മളിതിൻ്റെ ആ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യണം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്യുന്നതിന് നമുക്ക് ബിസിനസ് എന്ന് പറയാനും കഴിയില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കച്ചവടം. അപ്പോൾ ആ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഒരു ദിവസം മാത്രം ചെയ്തിട്ട് കച്ചവടം ചെയ്തുകൊണ്ട് പോവുകയല്ല. അവരെന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ ബിസിനസ് എന്ന് പറയും. രണ്ടാമത്തത് പ്രൊപ്പറേറ്ററാണ്. ദ ഓണർ ഓഫ് എ ബിസിനസ്, ഹി ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ഗിവ്സ് ഹിസ് ടൈം ആൻഡ് അറ്റൻഷൻ ടു ഹിസ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ പ്രോഫിറ്റ് ഓർ ബിയർ ലോസ് റൈസിങ് ഔട്ട് ഓഫ് ഇറ്റ്. ആ ഒരു പ്രൊപ്പറേറ്റർ എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഓണർ എന്ന് പറയും. അയാൾ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യും? ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാഷ്, അയാളുടെ മൂലധനം അയാൾ ഇൻവെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അയാൾ എന്ത് ചെയ്യും? അയാളുടെ സമയവും മറ്റും ഒക്കെ, അയാളുടെ എഫേർട്സൊക്കെ എന്ത് ചെയ്യും? ഈ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉപയോഗിക്കുന്നതോടുകൂടി അയാൾക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. അതേപോലെ തന്നെ എപ്പോഴും ലാഭമാകണമെന്നില്ല. ബിസിനസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ലാഭം തന്നെ ആവണം നിർബന്ധമില്ല. അതിൻ്റെ കൂടെ എന്തുണ്ടാകാം? നഷ്ടവും ഉണ്ടാകാം. അപ്പോൾ അയാൾ ചില സമയത്ത് നഷ്ടം സഹിക്കേണ്ടി വരും, ചില സമയത്ത് അയാൾക്ക് ലാഭം കിട്ടും. ഇങ്ങനെയുള്ള ആ ആളുകൾക്ക് പറയുന്ന പേരാണ് പ്രൊപ്പറേറ്റർ. അത് ചുരുക്കി പറഞ്ഞാൽ ഓണർ. ആ ഓണറാണ് ബിസിനസ്സിലേക്ക് ആവശ്യമായ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അയാൾ കൃത്യമായി അതിൻ്റെ സമയവും കാര്യങ്ങളും ഇതിൻ്റെ അയാളുടെ എഫേർട്സൊക്കെ ഇതിന് ഉപയോഗിക്കും. അതിലൂടെ കിട്ടുന്ന ലാഭം അയാൾക്ക് എടുക്കാൻ പറ്റുകയും ചെയ്യും. ഇനി മൂന്നാമത്തത് ട്രാൻസാക്ഷനാണ്. ഇൻ അക്കൗണ്ടിങ്, ട്രാൻസാക്ഷൻസ് ആർ ഇവൻറ്റ്സ് ദാറ്റ് ഹാവ് എഫക്റ്റഡ് ദ ബിസിനസ്. ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ട്രാൻസാക്ഷൻ എന്ന് നമ്മളിതിൽ പറയുന്നത്. ഇറ്റ് മേ റിലേറ്റ് ടു പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ആൻഡ് റെൻറ്റിങ് ഓഫ് സർവീസസ് ബൈ വൺ പാർട്ടി ടു അനദർ. അതിൽ ഒരുപാട് കാര്യങ്ങൾ ട്രാൻസാക്ഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സാധനങ്ങൾ വാങ്ങിക്കുന്നത്, വിൽക്കുന്നത്, അതേപോലെ തന്നെ ക്യാഷ് നമ്മൾ സ്വീകരിക്കുന്നത്, നൽകുന്നത്, അതുപോലെ സർവീസൊക്കെ മറ്റുള്ള ആളുകൾക്ക് നൽകുന്നത്. ഇതൊക്കെ എന്തിലേക്ക് വരാം? ട്രാൻസാക്ഷനായിട്ട് നമുക്ക് ഇടപാടുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ട്രാൻസാക്ഷൻസ് ഈസ് ഓഫ് ടു കൈൻഡ്സ്. മെയിനായിട്ട് രണ്ട് രീതിയിലുള്ള ട്രാൻസാക്ഷനാണ് വരുന്നത്. അതിലൊന്നാമത്തത് ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് സെക്കൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. വെൻ ക്യാഷ് ഈസ് പെയ്ഡ് or received as a result of an exchange, the transaction is said to be a cash transaction. ഒരു ഇടപാട് നടന്നതിന് ശേഷം പണം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് പറയുന്ന പേരാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുമോ? ഒരു ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിച്ചു, നമ്മുടെ ബിസിനസ്സിനേക്ക് ആവശ്യമായ സാധനം വാങ്ങിച്ചു. ഉടനെ അയാൾക്ക് നമ്മൾ അതിൻ്റെ പൈസ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് നടന്നു? സാധനത്തിന് പകരമായി നമ്മൾ ക്യാഷ് അങ്ങോട്ടേക്ക് കൊടുത്തു. അപ്പോൾ അവിടെ ആ ട്രാൻസാക്ഷന് പറയുന്ന പേരാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇനി രണ്ടാമത്തിലേക്ക് പോവാം. വെൻ ദ പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ് ഓഫ് ക്യാഷ് ഈസ് പോസ്റ്റ്പോൺഡ് ഫോർ ഫ്യൂച്ചർ ഡേറ്റ്, ദിസ് ട്രാൻസാക്ഷൻ ഈസ് സെഡ് ടു ബി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. സപ്പോസ് നമ്മൾ ക്യാഷ് ഇപ്പോൾ കൊടുക്കുന്നില്ല, ഫ്യൂച്ചറിൽ പിന്നീട് കൊടുക്കാം എന്ന രീതിയിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻ അങ്ങനെ നടന്നു. നേരെ മറിച്ച് നമ്മളൊരാൾക്ക് സാധനം വിറ്റു. അപ്പോൾ ആ വിറ്റ ഉടനെ അയാൾ ക്യാഷ് നമുക്ക് തരുന്നില്ല. വിറ്റതിന് ശേഷം ഒരു മാസത്തിനിടക്ക് നമുക്ക് ക്യാഷ് തരാം എന്ന രീതിയിലുള്ള ഒരു ഇടപാട് നടക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇനി നാലാമത്തത് ഡ്രോയിങ്സ്. ദ ക്യാഷ് ഓർ ഗുഡ്സ് ടേക്കൺ അവേ ബൈ ദ പ്രൊപ്പറൈറ്റർ ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് personal use are called drawings. ബിസിനസ്സിൽ നിന്ന് പ്രൊപ്പറേറ്റർ
ആരാണ് പ്രൊപ്പറേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊപ്പറേറ്റർ ബിസിനസ്സിൽ നിന്ന് അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന പണവും അല്ലെങ്കിൽ പണത്തിൻ്റെ മറ്റ് സാധനങ്ങളും അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ഒരു ബിസിനസ്സിൽ നിന്ന് ഓണർ എന്ത് ചെയ്തു, അയാളുടെ വീട്ടിലേക്ക് ഒരു ഫംഗ്ഷൻ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമാർത്ഥം ബിസിനസ്സിൽ നിന്ന് ക്യാഷോ മറ്റ് ഗുഡ്സോ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. അടുത്തത് പർച്ചേസാണ്. ഗുഡ്സ് പർച്ചേസ് ആർ കോൾഡ് പർച്ചേസസ്. സാധനം നമ്മൾ ബിസിനസ്സിലേക്ക് വാങ്ങിച്ച് വെക്കുന്നതിന് പറഞ്ഞ പേരാണ് പർച്ചേസ് എന്ന് പറയും. When the goods purchased for cash, they are called cash purchases. നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് സാധനം വാങ്ങുന്നതെങ്കിൽ അതിന് നമ്മൾ ക്യാഷ് പർച്ചേസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബട്ട് ഇഫ് ദേ ആർ പർച്ചേസ് ഫോർ വിച്ച് പേയ്മെൻറ്റ് വിൽ ഹാവ് ടു ബി മെയ്ഡ് അറ്റ് സം ഫ്യൂച്ചർ ഡേറ്റ്, ഇറ്റ് ഈസ് നോൺ ആസ് ക്രെഡിറ്റ് പർച്ചേസ്. ക്യാഷ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല, ഫ്യൂച്ചറിൽ കൊടുക്കുന്നതാണെന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ പർച്ചേസ് എന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ്സിലേക്ക് സാധനം നമ്മൾ വാങ്ങിക്കുന്ന ട്രാൻസാക്ഷന് പറയുന്ന പേരാണ് പർച്ചേസ്. അത് ഒന്നുകിൽ ഇപ്പോൾ ക്യാഷ് ഉടനെ കൊടുക്കുന്ന രീതിയിലാകാം ക്യാഷ്, അതിന് പറയുന്ന പേരാണ് ക്യാഷ് പർച്ചേസ്. സപ്പോസ് നമ്മൾ ഫ്യൂച്ചറിലാണ് ക്യാഷ് കൊടുക്കുന്നതിന് എന്നെ പറയുന്ന പേര് ക്രെഡിറ്റ് പർച്ചേസ്. ഇനി അടുത്തത് പർച്ചേസസ് റിട്ടേൺസ്. ഇത് പർച്ചേസുമായി ബന്ധപ്പെട്ട നടക്കാവുന്ന ഒരു സംഗതി തന്നെയാണ്. അതിൽ പറയാൻ നമുക്ക് നോക്കാം എന്താണ് പർച്ചേസ് റിട്ടേൺ. ഇഫ് ഗുഡ്സ് പർച്ചേസർ ആർ ഫൗണ്ട് ഡിഫക്റ്റീവ് or unsatisfactory, they are sometimes returned to the persons from whom they were purchased or to supplier are called purchase returns or return inwards. നമ്മൾ സപ്പോസ് വാങ്ങിച്ച ഗുഡ്സ് നമ്മൾ സ്ഥാപനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു സാധനം വാങ്ങിച്ചു. ആ സാധനം നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആരുടെ നിന്നാണ് വാങ്ങിച്ചത് അയാൾക്ക് തിരിച്ച് നമ്മൾ നൽകും. ഈ ഒരു ടേമിന് പറയുന്നതാണ് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്. എന്താണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ഡിഫക്റ്റ് വല്ലതും ഉണ്ടായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്തു, നമ്മൾ ആരുടെ നിന്നാണ് വാങ്ങിച്ചത് അയാൾക്ക് തിരിച്ച് നൽകുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്. അടുത്തത് സെയിൽസ് ആണ്. പർച്ചേസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് സെയിൽസ്. ഗുഡ്സ് സോൾഡ് ആർ കോൾഡ് സെയിൽസ്. സാധനം വിൽക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സെയിൽസ്. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഫോർ ക്യാഷ് ദേ ആർ കോൾഡ് ക്യാഷ് സെയിൽസ്. ബട്ട് വെൻ ദേ ആർ സോൾഡ് വിത്തൗട്ട് ഹാവിങ് റിസീവ്ഡ് പേയ്മെൻറ്റ് ദേ ആർ ക്രെഡിറ്റ് സെയിൽസ്. പർച്ചേസിനെ പോലെ തന്നെ രണ്ട് ടൈപ്പ് സെയിൽസ് ഉണ്ട്. ഒന്ന് ക്യാഷ് സെയിൽസ്, രണ്ടാമത് ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിൽസ് എന്ന് വെച്ചാൽ നമ്മൾ സാധനം വിറ്റ ഉടനെ നമുക്ക് ക്യാഷ് കിട്ടുന്നു. നേരെ മറിച്ച് ആ ക്യാഷ് ഫ്യൂച്ചറിൽ പിന്നീട് തരാം എന്ന രീതിയിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസ് റിട്ടേൺ ഇഫ് എ പേഴ്സൺ ടു ഹൂം ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഫൈൻഡ്സ് ദാറ്റ് they are defective or unsatisfactory and returns them are called sales return or return out inward. പർച്ചേസ് റിട്ടേൺ പോലെ തന്നെ അടുത്തൊരു ടേമാണ് ശരിക്കും അല്ലെങ്കിൽ സെയിൽസിൻ്റെ സബ്ബായിട്ട് വരുന്നത് തന്നെയാണ് സെയിൽസ് റിട്ടേൺ. ഇതിൽ പറയുന്നത് നമുക്ക് വിറ്റ സാധനം ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ എന്ത് ചെയ്യാം, കസ്റ്റമർ ഇഷ്ടപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ വല്ല ഡിഫക്റ്റും കണ്ടാൽ അവർ തിരിച്ച് നമുക്ക് നൽകും. ഈ ഒരു കാര്യത്തിന് പറയുന്ന പേരാണ് സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ്. അടുത്തത് ട്രേഡ് ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് റിബേറ്റ് ഓർ അലവൻസ് ഫ്രം ദ ഷെഡ്യൂൾഡ് പ്രൈസ് ഗ്രാൻഡഡ് ബൈ ദ സെല്ലർ ടു ദ ബയർ. സാധനം വാങ്ങിച്ച ആൾക്ക് സെയിൽ നൽകിയ ആൾ, അതിൽ നമ്മൾ ആരുടെയാണ് സാധനം വാങ്ങിച്ചത് അവർ നമുക്ക് നൽകുന്ന ഒരു പ്രത്യേകതരം ഒരു ഡിസ്കൗണ്ട്, അതിന് പറയുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. Trade discount is usually granted when sales are made in bulk. നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് നൽകാം. അതായത് നമ്മൾ റീറ്റെയിലായിട്ട് സാധനം വാങ്ങിക്കുന്നതിനെ പോലെയല്ല, ഹോൾസെയിലായിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എക്സ്ട്രാ ചില ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടും. അതാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ട്രേഡ് ഡിസ്കൗണ്ടായിട്ട് പറയുന്നത്. അടുത്തത് ക്യാഷ് ഡിസ്കൗണ്ട്.
ഇറ്റ് ഈസ് ഡിഡക്ഷൻ ഓർ അലവൻസ് അലൗഡ് ബൈ ക്രെഡിറ്റർ ടു എ ഡെപ്റ്റർ. അതായത് ഒരു കടക്കാരൻ, കടം കിട്ടാനുള്ള ആൾ കടം നൽകാനുള്ള ആൾക്ക് നൽകുന്ന ഒരു ഡിസ്കൗണ്ടാണ് ഇത് ക്യാഷ് ഡിസ്കൗണ്ട്. അതെപ്പോഴാണ് കൊടുക്കുക? ഇഫ് എ പേഴ്സൺ പേയ്സ് ഹിസ് ഡെപ്റ്റ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ദ റെസിപ്പിയൻറ്റ് മേ ഗ്രാൻഡ് ഹിം ആൻ അലവൻസ് ഫോർ ഡൂയിങ് സോ. അതായത് ആ കിട്ടാനുള്ള ആൾക്ക്, അയാൾ കൊടുക്കാനുള്ള ആൾ, അതായത് ഡെപ്റ്റർ എന്ന് വെച്ചാൽ കൊടുക്കാനുള്ള ആൾ, ക്രെഡിറ്റർ കിട്ടാനുള്ള ആൾ. അപ്പോൾ ആ കിട്ടാനുള്ള ആൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച സമയത്തിനെക്കാട്ടി മുൻപേ എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ ജനുവരി 1 നമ്മളോട് ക്യാഷ് കൊടുക്കാൻ പറഞ്ഞത്. നമ്മളതിന് മുൻപേ ഡിസംബർ 10 നമ്മൾ എന്ത് ചെയ്യാണ്? ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടതിൽ നിന്ന് നമുക്ക് ചിലപ്പം ചില ഡിസ്കൗണ്ടുകൾ തരാം. ആ ഒരു പൈസക്ക് പറയുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അടുത്തത് കമ്മീഷൻ. ഇറ്റ് ഈസ് എ ഫോം ഓഫ് റെമ്യൂണറേഷൻ ഫോർ സർവീസസ് റെൻഡേഡ് ബൈ വൺ പേഴ്സൺ ടു അനദർ. നമ്മൾ ഒരാൾക്ക് അയാളുടെ സർവീസ് കിട്ടുന്നതിലൂടെ നമ്മൾ അയാൾക്ക് നൽകുന്ന ഒരു പേയ്മെൻറ്റ്, അതിന് പറയുന്ന പേരാണ് കമ്മീഷൻ. പല ടൈപ്പ് കമ്മീഷൻ ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? സാധനങ്ങളൊക്കെ വിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില കമ്പനീസ് എന്ത് ചെയ്യാം? അവരുടെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് എന്ത് ചെയ്യാം? കമ്മീഷൻ തരാം. അടുത്തത് എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻഡിച്ചർ ടേക്സ് പ്ലേസ് വെൻ അസറ്റ്സ് ഓർ സർവീസസ് ഈസ് അക്വയർഡ്. അസറ്റോ സർവീസോ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് കിട്ടുന്ന, നമുക്കുണ്ടാകുന്ന ആ ചിലവ്, അതാണ് എന്ത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് അടുത്തത് എക്സ്പെൻസ്. ഇറ്റ് മീൻസ് എൻ എക്സ്പെൻഡിച്ചർ ഹൂസ് ബെനിഫിറ്റ് ഈസ് ഫിനിഷ്ഡ് ഓർ എൻജോയ്ഡ് ഇമ്മീഡിയറ്റ്ലി സച്ച് ആസ് സാലറീസ്, റെൻറ്റ് എക്സെട്ര. അതായത് എക്സ്പെൻഡിച്ചറിൽ അതിൻ്റെ വാലിഡിറ്റി വളരെ പെട്ടെന്ന് തന്നെ തീരുന്ന രീതി. അതായത് സാലറി കൊടുത്തത്, റെൻറ്റ് കൊടുത്തത്, അത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? ആ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ടൈം പീരീഡ് മാത്രമേ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടൂ. അതിന് പറയുന്നത് എക്സ്പെൻസസ്. അതിന് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെൻസസ് ആൻഡ് എക്സ്പെൻഡിച്ചറാണ്. ഈസ് ദാറ്റ് the benefit of the former is consumed by the business in present, whereas in latter case benefit will be available for future activities of the business. അതായത് നമ്മൾ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന ചിലവ് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. നേരെ വെച്ചാൽ എക്സ്പെൻസ് ആണെങ്കിലോ വളരെ പെട്ടെന്ന് തീരുന്ന രീതിയിലേക്ക് ഉണ്ടാവുക. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞു. സെക്കൻഡ് പ്രൊപ്പറേറ്റർ, തേർഡ് ട്രാൻസാക്ഷൻ, ഫോർത്ത് ഡ്രോയിങ്സ്, പിന്നെ പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, കമ്മീഷൻ, എക്സ്പെൻഡിച്ചർ ആൻഡ് എക്സ്പെൻസസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.